യഹോവ ഷാലോം, യഹോവ സമാധാനം. ദൈവമായ യഹോവ സമാധാനത്തിൻ്റെ ദൈവമാണ്. സമാധാനം എന്ന വാക്ക് വിശുദ്ധ തിരുവെഴുത്തിലെ 100-ലധികം പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ വാക്ക് ഷാലോം എന്നാണ്, ഗ്രീക്ക് പദം ഐറീൻ എന്നാണ്. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും രാഷ്ട്രങ്ങളിലും കലഹങ്ങളും കലക്കങ്ങളുമില്ലാത്ത അവസ്ഥയാണ് സമാധാനം. ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും. നമ്മളിലേക്ക് നോക്കിയാൽ, ഭാവിയിലേക്ക് നോക്കിയാൽ ആകുലതയുണ്ടാകും. എന്നാൽ കർത്താവിലേക്ക് നോക്കിയാൽ നമുക്ക് സമാധാനം ലഭിക്കും. സകല ബുദ്ധിയും കവിയുന്നതാണ് സമാധാനം. ഏത് ദുഃഖവേളയിലും സന്തോഷം കൊണ്ടും പ്രത്യാശ കൊണ്ടും നിറയുവാൻ കഴിയുന്നതാണ് സ്വർഗീയമായ സമാധാനം. ദൈവത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് സമാധാനത്തിൻ്റെ ദൈവമെന്നാണ്. യഹോവ സമാധാനത്തിൻ്റെ ദൈവമാണ്. യേശുക്രിസ്തുവിനുള്ള വിശേഷണങ്ങളിലൊന്ന് സമാധാന പ്രഭു എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചിന്തയെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും തന്നെ. പുതിയ നിയമത്തിലെ മിക്ക ലേഖനങ്ങളും തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ സമാധാനവും കൃപയും ആശംസിച്ചുകൊണ്ടാണ്. സമാധാനം ഭൂതകാലവുമായി ബന്ധപ്പെട്ടാണ്. ഭൂതകാലത്തെ നമ്മുടെ അറിവുകേടിൽ നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അബദ്ധങ്ങൾ, അവയുടെ കുറ്റബോധം നമ്മളെ വേട്ടയാടാതിരിക്കുന്നതും അത് നിമിത്തമുള്ള ആ തെറ്റുകൾ നിമിത്തമുള്ള ഭവിഷ്യത്തുകൾ ജീവിതത്തിൽ നിന്ന് പരമാവധി മാറിക്കിട്ടുന്നതുമാണ് സമാധാനം. സമാധാനത്തിന് വർത്തമാനകാലവുമായി ബന്ധമുണ്ട്. ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളെ, വെല്ലുവിളികളെ ധൈര്യപൂർവ്വം അതിജീവിക്കുകയും ഇപ്പോൾ നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നതുമാണ് സമാധാനം. സമാധാനത്തിന് ഭാവിയോട് ബന്ധമുണ്ട്. ഭാവിയിൽ നാം ചെയ്യേണ്ട എല്ലാ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുവാനുള്ള ആർജവത്വം, ശക്തി, ഉറവകൾ, വിഭവങ്ങൾ അത് നമുക്ക് ലഭിക്കുന്നതാണ് സമാധാനം. സമാധാനത്തിന് മരണാനന്തര ജീവിതവുമായി വലിയ ബന്ധമുണ്ട്. മരണാനന്തര ജീവിതം സ്വർഗത്തിൽ കർത്താവിനോട് ചേർന്ന് വസിക്കാൻ കഴിയും എന്നൊരു ഉറപ്പ് ലഭിക്കുന്നെങ്കിൽ മോക്ഷം തേടി അലയേണ്ടി വരുന്നില്ല. മോക്ഷത്തിനു വേണ്ടി ശാരീരിക ദണ്ഡനമോ മറ്റ് കഷ്ടപ്പാടുകളോ സഹിക്കേണ്ടി വരുന്നില്ല. മോക്ഷത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരുന്നില്ല. മോക്ഷത്തിനു വേണ്ടി തീർത്ഥയാത്രകൾ നടത്തേണ്ടി വരുന്നില്ല. നമുക്ക് സമാധാനത്തോടെ കാത്തിരുന്നാൽ മതി. സമാധാനമുള്ളവർക്ക് തിരുവെഴുത്ത് പറയുന്നു സംരക്ഷണമുണ്ട്. സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെക്കൊണ്ട് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും, സംരക്ഷിക്കും. 2, സമാധാനമുള്ളവർക്ക് ഉറക്കം ലഭിക്കും. ഞാൻ സമാധാനത്തോട് കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. 3, സമാധാനമുള്ളവർക്ക് അനുഗ്രഹം കിട്ടും, ദൈവിക അനുഗ്രഹം. അവൻ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. 4, സമാധാനമുള്ളവർക്ക് ആരോഗ്യമുണ്ടാകും. നാവിൻ്റെ നല്ല വാക്കുകൾ ഒരു ഊർജം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുന്ന പോലെ സമാധാനവും ശാന്തതയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ശരീരത്തിന് ജീവനും ആരോഗ്യം ലഭിക്കും. 5, നാം താമസിക്കുന്ന സ്ഥലത്ത് സമാധാനം പകരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നീതിമാന്മാരുടെ വാസസ്ഥലത്തെ ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്ന് യെശയ്യാ 32:18 നാം വായിക്കും. അപ്പോൾ ദൈവം നൽകുന്ന സമാധാനത്തിൽ ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ, ഭൂമിയിലെ ജീവിതത്തോടുള്ള ബന്ധത്തിലെ സംരക്ഷണം, നല്ല ഉറക്കം, ദൈവിക അനുഗ്രഹങ്ങൾ, ആരോഗ്യം, താമസ സ്ഥലത്ത് ശുഭത. സമാധാനത്തിന് ഏറ്റവും വലിയ ഫലം ദൈവത്തിൽ നിന്നുള്ള സമാധാനം ക്രിസ്തുവിൽ കൂടെ പ്രാപിച്ചാൽ നമുക്ക് മരണാനന്തരം സ്വർഗത്തിൽ എത്തി കർത്താവിനോട് ചേർന്ന് എല്ലാ സന്തോഷങ്ങളും സമാധാനങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിച്ച് നിത്യത മുഴുവൻ ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയും. ഇങ്ങനെ സമാധാനത്തിന് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും വലിയ ഫലങ്ങളുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടാൽ നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ
നാം പാപമോചനം പ്രാപിക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കും. കഴിയുമെങ്കിൽ എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. യേശു അരുളി ചെയ്തു. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യേശു പറഞ്ഞു, ലോകത്തിന് തരുവാൻ കഴിയാത്ത, ലോകത്തിന് എടുക്കുവാൻ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ഈ ഭൂമിയിലെ ആർക്കും തരുവാൻ കഴിയാത്ത, ഒരു വസ്തുവിനോ ഒരു വ്യക്തിക്കോ ഒരു കാഴ്ചകൾക്കോ ഒരു സ്ഥലത്തിനോ ഒന്നും തരുവാൻ കഴിയാത്ത അഭൗമികമായ സ്വർഗീയമായ സമാധാനം നമുക്ക് തരുവാൻ, ലോകത്തിന് ആർക്കും എടുക്കുവാൻ കഴിയാത്ത സമാധാനം നമുക്ക് തരുവാൻ യേശുവിന് കഴിയും. യേശുക്രിസ്തുവിൽ നിന്ന് ആ അഭൗമികമായ സ്വർഗീയമായ നിത്യമായ സമാധാനം പ്രാപിച്ച് ഈ ഭൂമിയിലെ ജീവിതം ധന്യമാക്കുകയും മരണാനന്തരം നിത്യസ്വർഗത്തിലെ എല്ലാ സുഖസന്തോഷങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യ നിമിത്തം അനുഭവിക്കുകയും ചെയ്യുവാൻ ദൈവമേവരുടെ മേലും കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മന്നയുടെ ഈ വാക്കുകൾക്ക് വിരാമം നൽകുന്നു. ദൈവമേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.